Domain, codomain and range of a function. In the function f from A to B, the set A is called the domain of f and set B is the codomain of f. The set of elements of B which are the images of the elements of A are called range of f. നേരത്തെ പറഞ്ഞു തന്നെയാണ്. Let f from A to B be a function and x, y belongs to f, then y എന്ന് പറയുന്നത് f of x എന്ന് എഴുതാം. That is, y is the image of x under the function f. x നെ അപ്പോൾ എന്താ പറയാ? പ്രീ ഇമേജ് എന്നാണ് പറയാം. ഓക്കെ, സോ എക്സ് വൈ എഫിൽ ഉണ്ടെങ്കിൽ എക്സ് ഇസ് കോൾഡ് പ്രീ ഇമേജ്. പ്രീ ഇമേജ് ഓഫ് എന്തിന്റെ? വൈയുടെ. y is called image of x. image of x നെയാണ് നമ്മൾ f of x എന്ന് എഴുതുന്നത്. image of x under f. So that is important ആണ്. y is equal to f of x എന്ന് നമ്മൾ എഴുതും. x y f ൽ ഉണ്ടെങ്കിൽ second element is image of first element ആയിരിക്കും. Exercise 2.3 question number 1. Which of the following relations of functions give reasons? If it is a function, determine its domain and range. First relation തന്നിട്ടുണ്ട്. അതിൽ എലമെന്റ്സ് നോക്കാം. 2 1 5 1 8 1 11 1 14 1 17 1. So roster formula, it is very easy to identify whether the given relation is a function or not. അപ്പോൾ ഒരു റോസ്റ്റർ ഫോമിൽ തന്ന റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 2വിന് ഇമേജ് 1 മാത്രമാണ് വരുന്നത്, 5ക്ക് ഇമേജ് 1 ആണ്, 8ന് ഇമേജ് 1 ആണ്, 11നും 14നും 17നും ഒക്കെ ഇമേജ് 1 ആണ്. അതായത് ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് എലമെന്റിന് ഡിഫറെന്റ് ഇമേജസ് ഇല്ല, ഒരേ ഒരു ഇമേജേ ഉള്ളൂ. ഓക്കെ, സോ വി സേ every element has unique one and only one image. So this relation is a function. ഇവിടെ സെക്കൻഡ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻ പറയുന്നത് ഫസ്റ്റ് എലമെന്റിന് ഒരേ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ സെക്കൻഡ് എലമെന്റിന് എത്ര വേണമെങ്കിലും പ്രീ ഇമേജസ് ഉണ്ടാവാം, അത് കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് എലമെന്റിന് ഒരേ ഒരു ഇമേജേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ റിലേഷൻ ഇസ് എ ഫംഗ്ഷൻ. The relation is a function since every element has one and only one image. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇത് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? റോസ്റ്റർ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ആണ്. സോ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? 2 5 8 11 14 17. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ് ആണ്. സെക്കൻഡ് എലമെന്റ്സ് ആയിട്ട് വന്നത് ഏതാണ്? ഒരേ ഒരു എലമെന്റ് ആണ് സെക്കൻഡ് എലമെന്റ് ആയിട്ട് വന്നത്. സോ ദാറ്റ് ഈസ് 1. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ സെറ്റ് 1. ഓക്കെ, അടുത്ത റോസ്റ്റർ ഫോമിലുള്ള റിലേഷൻ നോക്കാം. എലമെന്റ്സ് നോക്കാം. 2 1 4 2 6 3 8 4 10 5 12 6 14 7. അപ്പൊ നോക്കാം, ഫസ്റ്റ് എലമെന്റിന് യുണീക്ക് ഇമേജ് ആണോ ഉള്ളത്? ദാറ്റ് മീൻസ് ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നമുക്കിവിടെ കാണാം ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ ബിക്കോസ് എവറി എലമെന്റ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. ഓക്കെ, ദ റിലേഷൻ is a function since every element has one and only one image. Okay, ഫംഗ്ഷൻ ആണെന്ന് കണ്ടു. സോ നമുക്ക് ഇതിന്റെ ഡൊമൈനും റേഞ്ചും എഴുതാം. ഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ആണ്. ഏതൊക്കെയാണ്? 2 4 6 8 10 12 14. റേഞ്ച് എന്താണ്? സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സ് ആണ്. ഏതൊക്കെയാണ് സെക്കൻഡ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്? 1 2 3 4 5 6 7.
ഓക്കെ, അടുത്ത റിലേഷൻ നോക്കുക. റോസ്റ്റർ ഫോമിൽ തന്നത് 1 3 1 5 2 5. സോ ചെക്ക് ചെയ്യുക whether this is a function. That means ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഇവിടെ ഫസ്റ്റ് ഓർഡേഡ് പെയറിനും ഫസ്റ്റ് എലമെന്റ് 1 ആണ്, സെക്കൻഡ് ഓർഡേഡ് പെയറിനും ഫസ്റ്റ് എലമെന്റ് 1 ആണ്. ദിസ് മീൻസ് വാട്ട്? 1 ഹാസ് ഇമേജസ് 3 and 5. 1ന് 2 ഇമേജുകൾ വരുന്നുണ്ട്, 3ഉം വരുന്നുണ്ട് 5ഉം വരുന്നുണ്ട്. സോ ഇതൊരു ഫംഗ്ഷൻ ആണോ? നോ, ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ. ദ റിലേഷൻ is not a function. റീസൺ എഴുതുമ്പോൾ എവറി എലമെന്റ് എന്ന് പറഞ്ഞ് എഴുതരുത്. ഏതിനാണോ ഇല്ലാത്തത് അതാണ് എഴുതേണ്ടത്. ഓക്കെ, ബിക്കോസ് അതിനകത്ത് 2ന്റെ കേസിൽ വേറൊരു 2 റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല അവിടെ. സോ നമുക്ക് എവറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദ റിലേഷൻ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. റീസൺ പറയാം, സിൻസ് ദ എലമെന്റ്, ഏത് എലമെന്റിനാണ് നമ്മൾ 2 ഇമേജസ് കണ്ടത്? 1നാണ്. ദ എലമെന്റ് 1 ഹാസ് 2 ഇമേജസ്, namely 3 and 5. Okay. Example 10, page number 37. Let n be the set of natural numbers and the relation R be defined on n such that R is equal to ordered pair xy such that y is equal to 2x. X comma y belongs to n. What is the domain, codomain and range of R? Is this relation a function? So ഇവിടെ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. That relation is defined on n. That means R is defined from n to n. So relation എന്താണ്? xy. Ordered pair xy such that second element is 2 times the first element ആണ്. The two elements are natural numbers. അങ്ങനെയാണെങ്കിൽ we need to find the domain, codomain and range of R first. After that we need to check whether the given relation a function or not. Okay, നമുക്ക് ആദ്യം ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എഴുതാം. തന്ന റിലേഷന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ്. ഓർഡേഡ് പെയർ xy തന്നാൽ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഡൊമൈനിൽ വരും. അപ്പൊ എക്സ് നാച്ചുറൽ നമ്പർ ആണ്. ഏത് നാച്ചുറൽ നമ്പറും എക്സിന് പകരം ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റും. എക്സിന് 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം. ഏത് നാച്ചുറൽ നമ്പറും നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n ആണ്. ഓക്കെ, അടുത്തത് കോഡൊമൈൻ. നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നെ കോഡൊമൈൻ എഴുതാൻ ഈസിയാണ്. തന്നിട്ടുണ്ട് റിലേഷൻ ഡിഫൈൻ ചെയ്തത് എവിടെ നിന്ന് എവിടേക്കാണ്? എന്നിൽ നിന്ന് എന്നിലേക്കാണ്. സോ രണ്ടാമത്തെ ഫുൾ സെറ്റ് ആണ് കോഡൊമൈൻ ആയിട്ട് വരിക. അത് n തന്നെയാണ്. ഓക്കെ, അടുത്തത് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡൊമൈനിലെ എലമെന്റ്സിന് വരുന്ന ഇമേജസിന്റെ സെറ്റ് ആണ് റേഞ്ച്. അപ്പൊ ഇവിടെ നോക്കുക, ഡൊമൈൻ നമുക്ക് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സോ ഏത് നാച്ചുറൽ നമ്പറും എക്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂസ് എന്താണ് വരിക? ഫുൾ നാച്ചുറൽ നമ്പേഴ്സ് വരുമോ? ഇല്ല. 2 into x ആണ്. 2 into 1 2, 2 into 2 4, 2 into 3 6. നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 2 ആണ് വരികയുള്ളൂ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരില്ല. ഓഡ് നമ്പേഴ്സ് ഇമേജസ് ആയിട്ട് വരില്ല. ഇമേജസ് ആയിട്ട് വരുന്നത് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമാണ്. അപ്പൊ റേഞ്ച് നമ്മൾ എന്താ എഴുതുക? സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. എപ്പോഴും ഡൊമൈനും റേഞ്ചും എഴുതാൻ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇങ്ങനെ ഓർത്താൽ മതി. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ, റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈക്ക് എക്സിന് കൊടുക്കുമ്പോൾ വൈക്ക് വരുന്ന വാല്യൂസ്. ഓക്കെ, സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് റേഞ്ച്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ എന്നാണ്. ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണമെങ്കിൽ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ വൈക്ക് ഒരേ ഒരു ഇമേജ് തന്നെയാണോ കിട്ടുക? എക്സിന് നമ്മൾ 1 കൊടുത്താൽ വൈക്ക് വരുന്ന വാല്യൂ എന്താണ്? 2 തന്നെയാണ്. വേറെ ഏതെങ്കിലും വാല്യൂസ് വരുമോ? ഇല്ല. എക്സിന് 3 കൊടുത്താൽ 6 തന്നെയാണോ വരിക? വേറെ ഏതെങ്കിലും വാല്യൂസ് വരുമോ? ഇല്ല. അങ്ങനെ ഏത് നമ്പേഴ്സ് നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാലും അറിയും ഒരു നമ്പറിന്റെ ഇമേജ് ആയിട്ട് ഒരു യുണീക്ക് നമ്പർ തന്നെയാണ് കിട്ടുക.
So we can say that every natural number has one and only one image under this relation. ഈ തന്നിരിക്കുന്ന relation. Therefore, this relation is a function. Since every natural number has one and only one image, under the given relation, it is a function. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ആരോ ഡയഗ്രത്തിൽ വരയ്ക്കും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെറ്റ് n ആണ്, സെക്കൻഡ് സെറ്റും n തന്നെയാണ്. സെറ്റിലെ എലമെന്റ്സ് 1 2 3 ഇൻഫൈനൈറ്റ് സെറ്റാണ്. സോ എക്സെട്ര എന്ന് ഇട്ടു പോകും. 1 2 3 4 എക്സെട്ര. സോ എല്ലാ എലമെന്റ്സിനും ഇമേജ് വരുന്നുണ്ടോ? 1ന്റെ ഇമേജ് ഉണ്ടോ? യെസ്. 1ന്റെ ഇമേജ് 2 ആണ്, 2ന്റെ ഇമേജ് 4 ആണ്, 3യുടെ ഇമേജ് 6 വരും, 4ന്റെ ഇമേജ് 8 വരും, അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? ഏതൊരു എലമെന്റിനും രണ്ടാമത്തെ സെറ്റില് ഇമേജ് വരും. ഓക്കെ, സോ ഡൊമൈൻ എന്ന് പറയുന്നത് ഫുൾ സെറ്റ് n വരും. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് n ആണ്. ഇമേജസ് എന്താണ് വരുന്നത്? ഈവൻ നമ്പേഴ്സ് മാത്രമാണ്. 2 4 6 8 ആണ്. അതുകൊണ്ടാണ് റേഞ്ച് സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആയത്. ഇനി നോക്കേണ്ടത് എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്, യുണീക്ക് ഇമേജ് ആണോ നോക്കാം. 1ന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ 2, 2ന് ഒരേ ഒരു ഇമേജേ ഉള്ളൂ 4, വേറൊരു ഇമേജ് വരുന്നില്ല. സോ നമുക്ക് പറയാം ദിസ് ഇസ് എ ഫംഗ്ഷൻ. Value of function f of x at x equal to a. Let f from a to b, f of x be the function. Value of f of x at x equal to a is f of a. So ഇവിടെ xന്റെ വാല്യൂ എത്രയാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഫംഗ്ഷന്റെ വാല്യൂ. Exercise 2.3 question number 3. A function f is defined by f of x equal to 2x minus 5. Write out the values of f of 0, f of 7 and f of minus 10. Here we are given the function f of x equal to 2x minus 5. That is image of x under f is 2x minus 5. So when x equal to 0, we have f of 0. f of 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The value of x is 0. f of 0 means the value of function at x equal to 0. So f of x തന്നിട്ടുണ്ട്, f of 0 കാണണം. Here you can see that x is replaced by 0. So right side look, in place of x write 0. So what do you get? 2x means 2 into x ആണ്. So ഇവിടെ 2 into x ന് പകരം 0 കൊടുക്കണം, minus 5. 2 into 0 is 0. 0 minus 5 is minus 5. So we have f of 0 is equal to minus 5 ആണ്. Okay. ഇനി രണ്ടാമത് നമുക്ക് കാണേണ്ടത് f of 7 ആണ്. So തന്ന ഫംഗ്ഷൻ f of x ആണ്. Here x is replaced by 7. So right sideലും x ന്റെ സ്ഥാനത്ത് 7 കൊടുക്കുക. So what do you get? 2 into 7 minus 5. 2 into 7 is 14. 14 minus 5 is equal to 9. Okay, so we have f of 7 is equal to 9. Okay, അടുത്തത് മൂന്നാമത്തത് f of minus 3. That is x is replaced by minus 3. So 2x minus 5 ആണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. So 2 into minus 3 minus 5. 2 into minus 3 is minus 6 minus 5. Minus 6 minus 5 രണ്ടിനും ഒരേ സൈൻ ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് കൂട്ടി സെയിം സൈൻ ഇട്ട് വെക്കുക. സോ വി ഹാവ് മൈനസ് 6 പ്ലസ് 5 11 ആണ്. സോ വി ഹാവ് മൈനസ് 6 മൈനസ് 5 is minus 11. f of minus 3 is equal to minus 11. സോ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ വാല്യൂ ഓരോ നമ്പേഴ്സിലും എക്സിന് ഡിഫറെന്റ് വാല്യൂസ് തന്ന് ഫംഗ്ഷന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ എക്സിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടാൽ മതി. Exercise 2.3 question number 4. The function t
which maps temperature in degree Celsius into temperature in degree Fahrenheit is defined by T of C is equal to 9C by 5 plus 32. Find T of 0, T of 28, T of minus 10 and the value of C when T of C is equal to 212. So here we are given the function T of C is equal to 9C by 5 plus 32. Okay, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T of 0 ആണ്. T of 0, that is C is replaced by 0. So we have 9 into 0 by 5 plus 32. 9 into 0, 0 ആണ്. 0 by 5 plus 32. 0 by 5 എന്താണ്? Numerator 0 വന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രാക്ഷന്റെ വാല്യൂ 0 ആണ്. So 0 plus 32 is equal to 32. So we have got T of 0 is equal to 32. So what's the meaning of that actually? ഇവിടെ T ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എവിടുന്ന് എങ്ങോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തത്? ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറിൽ നിന്ന് ഫാരൻഹീറ്റ് സെൽഷ്യസിലെ ടെമ്പറേച്ചറിലേക്കാണ്. സോ ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ 0 വരുമ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ആയിരിക്കും. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി രണ്ടാമത് കാണാൻ പറഞ്ഞത് T of 28 ആണ്. സെൽഷ്യസ് സ്കെയിലിൽ 28 വരുമ്പോൾ 28 ഡിഗ്രി വരുമ്പോൾ ഫാരൻഹീറ്റിൽ എത്രയായിരിക്കും എന്നാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? സോ വാട്ട് ഇസ് ദാറ്റ്? 9C by 5 plus 32 ആണ്. സോ ഇവിടെ C എന്ന് പറയുന്നത് 28 ആണ്. സോ വി ഹാവ് 9 into 28 by 5 plus 32. ഓക്കെ, സാധാരണ പോലെ തന്നെ കാണാം. 28ഉം 9ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 28 is 252 by 5 plus 32. സോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രാക്ഷൻ വന്നു, ഒരു നമ്പർ വന്നു, അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് വരും. ന്യൂമറേറ്റർ അതേ ന്യൂമറേറ്റർ എഴുതാം. നമ്പറിനെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 32 into 5 160 കിട്ടും. ഇനി ആഡ് ചെയ്യാം. 252 160 ആഡ് ചെയ്യുമ്പോൾ we get 412. സോ 412 by 5. സോ നമ്മൾ ടെമ്പറേച്ചർ കാണുമ്പോൾ 412 by 5 എന്ന് പറയാറില്ല. സോ അതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റും. 412നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 41 എടുക്കും. 8 5s of 40. 41 minus 40 is 1. 12. 2 into 5 is 10. രണ്ട് ബാക്കി. Then we put a 0 here. Here point. 4 into 5 is 20. We get remainder 0. So 82.4. So 82.4 ആണ് ഫാരൻഹീറ്റ് സ്കെയിലിൽ ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് തേർഡ് T of minus 10. So put C is equal to 0. That is here C is replaced by minus 10. So 9 into minus 10 by 5 plus 32. ഓക്കെ, ഇവിടെ ഇൻറ്റു 10 ഉണ്ട്, താഴെ 5 ആണ്. സോ 10ഉം 5 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ രണ്ടിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. സോ വി ഹാവ് 9 into minus 2 minus 18 വരും. 1 എഴുതേണ്ട കാര്യമില്ല. ഫ്രാക്ഷനിൽ നമ്മൾ ഡിനോമിനേറ്റർ 1 ആയാൽ എഴുതാറില്ല. സോ minus 18 plus 32. സോ ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവും വന്നാൽ പോസിറ്റീവ് നമ്പർ ആദ്യം എഴുതാം, നെഗറ്റീവ് നമ്പർ രണ്ടാമത് എഴുതാം. So we have 32 minus 18. What is 32 minus 18? It is 40. So 14 ആണ് T of minus 10 വരാം. ഇനി fourth question. The value of C when T of C is equal to 210. We are given T of C is equal to 9C by 5 plus 32. Okay. ഇനി തന്നിട്ടുണ്ട് given T of C യുടെ വാല്യൂ 212 ആണ്. That means 9C by 5 plus 32 എത്രയാണ്? 212 ആണെന്ന് അർത്ഥം. മനസ്സിലായോ? T of C എന്ന് പറഞ്ഞാൽ എന്താണ്? 9C by 5 plus 32 ആണ്. സോ T of C യുടെ താഴെ T of Cക്ക് പകരം അത് എഴുതി 212.
ഓക്കെ, ഇനി സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ 32നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ 9c by 5 on left side, 212 minus 32. Okay, so 9c by 5 is equal to 212 എന്ന് 32 മൈനസ് ചെയ്താൽ നമുക്ക് 180 എന്ന് കിട്ടും. ഓക്കെ, സോ 9c എന്ത് വരും? 180 ഡിവൈഡ് ചെയ്ത 5 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഇൻറ്റു 5 ആവും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ടൈം കളയരുത്. ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ സിയിലേക്ക് എത്താണ്. സി എന്താ വരിക? 180 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 9 ആണ്. സോ 180 ബൈ 9, 180നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. സോ വലിയ നമ്പറിൻ്റെ അടുത്ത് 20 എഴുതും. സോ 20 ഇൻറ്റു 5 100 എന്ന് കിട്ടും. സോ സിയുടെ വാല്യൂ ഇവിടെ 100 ആണ്. Miscellaneous exercise question number 2. If f of x equal to x square, find f of 1.1 minus f of 1 divided by 1.1 minus 1. Okay, നമുക്ക് f of x തന്നിട്ടുണ്ട്. f of 1.1 minus f of 1 by 1.1 minus 1 കാണണം. So f of 1.1 means what? The value of function at x equal to 1.1. So x is replaced by 1.1. So f of x x square ആണെങ്കിൽ f of 1.1 എന്താവും? xന് പകരം 1.1 കൊടുക്കുക. സോ റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 1.1 സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, മൈനസ് f of x x square ആണ്. സോ f of 1 എന്ത് വരും? x is replaced by 1. So f of 1 becomes 1 square by 1.1 എന്ന് മൈനസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 0.1. ഓക്കെ, 1.1 മൈനസ് 1. സിംപ്ലി 1 എന്ന് പറഞ്ഞാൽ ഡെസിമൽ പാർട്ടിൽ നമ്പേഴ്സ് ഒന്നും ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ വേണമെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഡെസിമൽ പാർട്ടിൽ 0 ഇട്ടാൽ മതി. സാധാരണ സബ്ട്രാക്ഷൻ 1 മൈനസ് 0 1 ആണ്. പോയിന്റ് നേരെ താഴെ തന്നെ എഴുതണം. 1 എന്ന് 1 പോയാൽ 0, 0.1നെ 0.1 എന്നും എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 1.1 സ്ക്വയർ. അപ്പോൾ ഡെസിമലിന്റെ സ്ക്വയർ കാണണമെങ്കിൽ ഡെസിമൽ ഒഴിവാക്കിയിട്ട് 11 എന്നതിനെ കൺസിഡർ ചെയ്യും. 11ന്റെ സ്ക്വയർ എത്രയാണ്? 11 ഇൻറ്റു 11 ചെയ്യുമ്പോൾ നമുക്ക് 121 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ആണുള്ളത്. സോ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞത് എത്ര പ്ലേസ് ആണുള്ളത്? അതിന്റെ ഡബിൾ, 2 പ്ലേസ് പോയിന്റ് കഴിഞ്ഞ് വേണം. സോ എന്ത് വരും? 1.21 വരും. സോ വി ഹാവ് 1.21 മൈനസ് 1 സ്ക്വയർ എത്രയാ? 1 ബൈ 0.1. ഓക്കെ, 1.21ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ വി ഹാവ് 0.21 ബൈ 0.1. ഇനി ഇതെങ്ങനെ ചെയ്യും? പോയിന്റ് കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസസ്, പോയിന്റ് കഴിഞ്ഞാൽ 1 ഡെസിമൽ പ്ലേസ്. സോ 2 ഡെസിമൽ പ്ലേസിനെ കൺസിഡർ ചെയ്യണം. സോ 0.21 ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ. 2 പ്ലേസസ് ഉള്ളത് കൊണ്ട് 100 കൊണ്ട്. സോ മുകളിലത്തെ നമ്പറിനെയും താഴത്തെ നമ്പറിനെയും ഒരേ നമ്പർ കൊണ്ട് വേണം മൾട്ടിപ്ലൈ. 0.21നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ഒരു ഡെസിമൽ നമ്പറിനെ 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര സീറോസ് ഉണ്ടോ അതിന് അത്രയും പ്ലേസസ് റൈറ്റിലേക്ക് മാറും. സോ പോയിന്റ് 2 പ്ലേസ് റൈറ്റിലേക്ക് മാറിയാൽ അത് 21 ആകും. ഓക്കെ, ഇനി 0.1 ഇൻറ്റു 100 ഇതേപോലെ പോയിന്റ് 2 പ്ലേസ് മാറും. അപ്പോൾ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്ലേസ് കൂടെ മാറണം. സോ നമ്മൾ അവിടെ 10 എന്ന് എഴുതും. മനസ്സിലായോ? ഒരു പ്ലേസ് 1 മാറി, ഇനി ഒരു പ്ലേസും കൂടെ മാറണമെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. സോ 21/10 എന്ന് കിട്ടും. 21/10 ഒരു നമ്പറിനെ 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു പ്ലേസ് മാറി പോയിന്റ് ഇട്ടാൽ മതി. ഇവിടെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 10നകത്ത് ഒരു 0 ആണുള്ളത്. സോ നമ്മൾ ഒരു പ്ലേസ് മാറി പോയിന്റ് ഇടും. സോ വി ഹാവ് 2.1. സോ ദ ആൻസർ ഈസ് 2.1. എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. കൺസിഡർ ദ റിയൽ ഫംഗ്ഷൻ f of x equal to 1 minus 2x. First part, find f of minus 1 and f of 2. Second part, find x if f of x equal to minus 1. So we are given f of x equal to 1 minus 2x. First we have to find f of minus 1. That is x is replaced by minus 1. So 1 minus 2 into x in the സ്ഥാനത്ത് minus 1 കൊടുക്കുക. So 1 രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ.
രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് വരും. ദെൻ നമ്പേഴ്സ് 2 into 1 2, 1 plus 2 3 കിട്ടും. So f of minus 1 is equal to 3. Next we have to find f of 2. That is x is replaced by 2. So right side lum x ന് പകരം 2 കൊടുക്കുക. So 1 minus 2 into 2. So 1 minus 4. 1 minus 4 is minus 3. So f of 2 is equal to minus 3. Second part, we have to answer the value of x if f of x equal to minus 1. So given f of x minus 1 ആവണമെങ്കിൽ x ന്റെ വാല്യൂ എന്തായിരിക്കും? ഇതാണ് നമുക്ക് കാണേണ്ടത്. f of x minus 1 എന്ന് പറഞ്ഞാൽ f of x is 1 minus 2x ആണ്. So f of x ന്റെ താഴെ നമുക്ക് 1 minus 2x എഴുതാം. 1 minus 2x is minus 1. നമുക്ക് x ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. x ഉള്ള ടേം ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്ത് ബാക്കിയുള്ള ടേംസിനെയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ x ഉള്ള ടേം മൈനസ് 2x ആണ്. സോ മൈനസ് 2x ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് ഈ 1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഓൾറെഡി റൈറ്റ് സൈഡിൽ മൈനസ് 1 ഉണ്ട്. ഈ 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് മൈനസ് 1 ആകും. സോ വി ഹാവ് മൈനസ് 2x ഈക്വൽ ടു മൈനസ് 1 മൈനസ് 1 ഈസ് മൈനസ് 2. Okay, so what is x? X equal to minus 2 നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. മൈനസ് 2 ബൈ മൈനസ് 2. ഒരേ നമ്പർ മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? 1 ആണ്. We have the value of x. X is equal to 1.